ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്നത്തെ റെസിപ്പി ഒരു കൊഴുക്കട്ടയാണ്. പൈനാപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഈ കൊഴുക്കട്ട ഇവിടെ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ്. നമ്മൾ സാധാരണ കൊഴുക്കട്ട തയ്യാറാക്കുമ്പോൾ തേങ്ങയും ശർക്കരയൊക്കെ ഫില്ലിങ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അതിന് പകരം ഞാനിവിടെ പൈനാപ്പിൾ ചേർക്കുന്നു മാത്രം. അതിനുവേണ്ടി ഞാനിവിടെ 240 ml കപ്പിന് 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇടിയപ്പത്തിൻ്റെ പൊടിക്ക് പകരം നമുക്ക് പത്തിരിപ്പൊടിയോ അപ്പത്തിൻ്റെ പൊടിയോ ഏത് പൊടി വേണേലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിവിടെ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങയുണ്ട്. ഇതുപോലെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ചേർക്കാം. അതുപോലെ തന്നെ പൈനാപ്പിളിൽ മധുരം കുറവാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് അല്പം കൂടെ കൂട്ടാവുന്നതാണ് കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഈ പൈനാപ്പിൾ കൊഴുക്കട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കണം. മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്ക്ക് പകരം എണ്ണ ചേർത്ത് കൊടുത്താലും മതി. എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ മാവ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്ന മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇത് തണുത്ത് വരട്ടെ കേട്ടോ. ആ സമയം നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഈ പൈനാപ്പിളും തേങ്ങയും പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു കൊടുക്കുക. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ ജാമൊക്കെ വരട്ടിയെടുക്കുന്നില്ലേ, അതേപോലെ ഒരു കൺസിസ്റ്റൻസി വരണം. അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൈനാപ്പിളിൻ്റെ നല്ല മധുരമുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വരട്ടിയെടുക്കണം. ഈ തേങ്ങയും പഞ്ചസാരയും പൈനാപ്പിളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം. ഇതൊന്ന് വരണ്ട് വരട്ടെ കേട്ടോ. പൈനാപ്പിളും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ ഇവിടെ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മതിയാക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കൊഴുക്കട്ടയിൽ ഫില്ല് ചെയ്തെടുക്കാം. മാവെല്ലാം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ മാവ് എടുത്തിട്ട് ഇതുപോലെ കൈ വെള്ളയിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് നടുക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇതേപോലെ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലാ സൈഡും ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ആക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഫില്ലിങ് പുറത്ത് പോകുവേ. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിലേ വെച്ച് കൊടുക്കാവുള്ളൂ, കൂടുതൽ വയ്ക്കരുത്. കൊഴുക്കട്ട എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
സ്റ്റീമറിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കൊഴുക്കട്ട എല്ലാം വെച്ച് കൊടുത്തിട്ട് ഒരു 10 മുതൽ ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് ഞാൻ സ്റ്റവിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം കേട്ടോ. കൊഴുക്കട്ട വേഗം വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. നമുക്കിനി ഇത് വെന്തോന്ന് നോക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.